അപ്പോൾ അത് ഇന്ന് രാവിലെ ആയിട്ടുണ്ട്, ഒരു 6:45 ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഠനം ഇവിടെ തുടങ്ങുകയാണ്. ഒരു മോർണിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഒരു 6:45 തൊട്ടിട്ട് ഒരു 8:45 വരെയുള്ള 8:30 വരെയുള്ള ഒരു 2 അവർ 2 അവർ പഠനമാണെന്ന് ഞാനിവിടെ ഈ ഒരു വ്ലോഗിൽ കാണിക്കുന്നത്. അപ്പോൾ അത് രാവിലെ ഞാൻ ഈ ടേബിളൊക്കെ വന്ന് നോക്കിയപ്പോൾ രാത്രി പഠിച്ചിട്ട് അങ്ങനെ അലങ്കോലാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ രാവിലത്തെ പഠനം എപ്പോഴും ഒരു കോഫിയോ അല്ലെങ്കിൽ ടീയിലോ നമ്മൾ തുടങ്ങുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഒരു കോഫി കുടിച്ചിട്ടായിരിക്കും നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക, ഒരു എനർജി എന്ന നിലയിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഡയറി നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഡയറിയാണ്. അപ്പോൾ അതിൽ ഞാൻ PSCയുടെ നമ്മുടെ LDCയുടെ പുതിയ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ റാങ്ക് ഫയലിൽ നോക്കിയിട്ടാണ് ടോപ്പിക്സൊക്കെ ഇട്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു LDCയുടെ ആ ഒരു സിലബസിൽ നിന്ന് ഒരു പ്രിൻ്റ് ഔട്ടിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ മാക്സിമം ഞാൻ നോക്കാറുണ്ട്. കൂടുതൽ ടോപ്പിക്സ് ഒന്നും ഇടാറില്ല കേട്ടോ. അത് വിചാരിച്ച് കുറച്ചുമല്ല, പറ്റുന്ന അത്ര. കാരണം ചില ദിവസങ്ങളിലൊന്നും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല ടു ഡു ലിസ്റ്റ് മുഴുവൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പിറ്റത്തെ ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പോവാറ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ടോപ്പിക്സ് ഇടുന്നതും. കറണ്ട് അഫെയർസും അതുപോലെ മാത്സും ഇംഗ്ലീഷും ഒക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റ് പ്രകാരം ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. LDCയിൽ കിടക്കുന്ന, കേരളത്തിൻ്റെ പോർഷനിൽ ആദ്യം തന്നെ കിടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്കിത് കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനിലൊന്നാണ്. കാരണം ഒരു 12ഓളം തിരുവിതാംകൂർ രാജാക്കന്മാരെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവരുടെ എല്ലാ സംഭാവനകൾ എന്താ പറയുക, ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പഠിച്ചാലും പിന്നെ എനിക്ക് ചിലപ്പോൾ അത് കൺഫ്യൂഷനായി പോകാറുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്തരം ടോപ്പിക്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് നന്നായിട്ട് തറവായിട്ട് കിട്ടുന്ന ടോപ്പിക്സ് എന്താ പറയുക, അതിന് കൂടുതൽ റിവിഷൻ ടൈം കൊടുക്കാതെ നമുക്ക് ഏറ്റവും ടഫായിരിക്കുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടി കൂടുതൽ സമയം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു രാവിലത്തെ ഈ ഒരു 2 അവർ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 അവർ ഈ ഒരു ചെറിയ ടോപ്പിക്കിലാണോ പിടിച്ചിരിക്കണേന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാനത് അങ്ങനെ കൊടുത്തതാണ്. ആ 2 അവർ തന്നെ ആ ഒരു ടോപ്പിക്കിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പഠിച്ച ടോപ്പിക്ക് തന്നെയാണ്, എങ്കിലും എനിക്ക് ഒരു പേടിയുള്ളൊരു ടോപ്പിക്കാണ്. കാരണം എനിക്ക് ഈ രാജാക്കന്മാരുടെയൊക്കെ ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസൊക്കെയാണ് ചില ഇവരുടെ സംഭാവനകൾ തമ്മിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രാവിലത്തെ ടൈം ഇതിന് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കാമെന്ന് വിചാരിച്ചത്. അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം എന്നെ സംബന്ധിച്ച് അതൊരു ടഫ് ടോപ്പിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ടോപ്പിക്കിന് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ എളുപ്പമുള്ള ടോപ്പിക്കിനൊന്നും വേണ്ടിയിട്ട് അധികം റിവിഷന് ടൈം കൊടുത്തിട്ട് നിങ്ങൾ അധികം സമയം കളയാതിരിക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ആകെ ഒരു 3 മാസത്തോളമാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കിട്ടാത്ത ടോപ്പിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ പഠിച്ചാലും ഞാൻ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാനിതൊരു റിവിഷൻ പോലെ ഞാൻ വെക്കുന്നുണ്ട്. ആ ടു ഡു ലിസ്റ്റിൽ ഞാൻ ഇപ്പോൾ തന്നെ ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഡേറ്റിൽ എഴുതി വെച്ചു. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കാമെന്നുള്ള ലെവലിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ തന്നെ ഞാൻ ചെയ്തു വെച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കായ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ചില ടോപ്പിക്ക് നമുക്ക് കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഓപ്ഷൻ കാണുമ്പോഴെങ്കിലും നമുക്ക് ആൻസർ ഓർമ്മ വരുന്നുള്ള വിശ്വാസമുള്ള ചില ടോപ്പിക്സുണ്ട്. അതൊന്നും ഞാൻ അങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കില്ല, റിവിഷൻ ചെയ്യാറില്ല. അപ്പോൾ ഈ രാവിലത്തെ ഈ ഒരു 2 അവർ ഞാൻ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ സമയം എപ്പോഴും നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, രാവിലെ പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുക, മൈൻഡിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ കയറും, അത് നന്നായിട്ട് ഓർമ്മയുണ്ടായിരിക്കും, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഒരു സത്യം തന്നെയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ എണീക്കാൻ എനിക്ക് കുറച്ച് മടിയുള്ളതാണ്. നേരത്തെ എണീക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 6-6:30 തന്നെയാണ് മാക്സിമം എണീക്കുള്ളൂ.
അതിന് മുൻപൊക്കെ എണീറ്റിട്ടുണ്ട്. അത് കോളേജിൽ പഠിക്കുമ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ, ലാസ്റ്റ് എക്സാമിൻ്റെയൊക്കെ സമയത്ത് എണീറ്റിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഈ PSCയുടെ എക്സാം അടുക്കുമ്പോൾ അപ്പോഴും എണീക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, അപ്പോൾ രാവിലെ അല്ല അധികം എണീക്കാറ്, രാത്രിയാണ് ഞാൻ കൂടുതൽ സമയം പഠിക്കാനെടുക്കാറ്. ഈ PSCയിലേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കൂടുതലും പഠിച്ചിട്ടുള്ളത് രാത്രി സമയത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മാക്സിമം 6-6:30 ആകുമ്പോൾ തന്നെയാണ് പഠിക്കാനിരിക്കുള്ളൂ കൂടുതലും. അപ്പോൾ ആ സമയത്ത് പഠിച്ചാലും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. വളരെ നേരത്തെ അല്ലെങ്കിൽ പോലും ആ ഒരു രാവിലത്തെ ടൈമിലും എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ടഫുള്ള ടോപ്പിക് ആണെങ്കിൽ കൂടെ കുറച്ച് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് രാവിലെ തന്നെ പഠിക്കാമെന്ന് എടുക്കാമെന്ന് വെച്ചത്. കാരണം കുറച്ച് എനിക്ക് കുറച്ച് മാറിപ്പോകുന്ന കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ രാവിലെ, എനിക്ക് തോന്നുന്നു നിങ്ങളിൽ കൂടുതൽ പേരും പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ രാവിലെ എണീറ്റിട്ടാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും പഠിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അത്ര നേരത്തെ എണീറ്റ് അങ്ങനെ പഠിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എക്സാം വരുമ്പോൾ ആലോചിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് രാവിലെ എണീറ്റിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയല്ലേ. രാവിലെ തന്നെ പഠിച്ചാലേ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം രാത്രി പഠിച്ചിട്ട് ഒരുപാട് നിങ്ങൾ മോട്ടിവേഷനിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, രാത്രി ഇരുന്ന് പഠിച്ചവരുടെയൊക്കെ. രാത്രി ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാകുമ്പോൾ കുട്ടികൾ അവരെ ഉറക്കി രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള വിജയം കൈവരിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ സമയം ഇപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് തീരാറായി. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.